ഇറാനിലെ ജനത സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ സഹായിക്കാൻ തയ്യാറെന്ന് ഡൊണാൾഡ് ട്രംപ്. പ്രക്ഷോഭം കടുക്കുകയും ട്രംപിന്റെ പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തതോടെ ഇറാൻ പാർലമെന്റ് അടിയന്തര യോഗം ചേർന്നു. അമേരിക്കൻ വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി അംഗങ്ങൾ സഭയിൽ പ്രകടനം നടത്തി. ഇറാൻ ജനത സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്തുണയ്ക്കാൻ തയ്യാറെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കടുക്കുകയും ട്രംപിന്റെ നിലപാടുകൾ പുറത്തുവരികയും ചെയ്തതോടെ ഇറാനിൽ അടിയന്തര പാർലമെന്റ് യോഗം നടന്നു. അമേരിക്ക വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായാണ് എംപിമാർ പാർലമെന്റിലെത്തിയത്. തങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രയേലിന്റെയും യുഎസിന്റെയും യുദ്ധക്കപ്പലുകൾ തകർക്കുമെന്നാണ് പ്രക്ഷോഭകരെ എതിർത്ത് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഖലീബാഫ് പറഞ്ഞത്. പ്രക്ഷോഭത്തെ അനുകൂലിച്ച് ബ്രിട്ടൻ, പാരീസ്, ഇസ്താംബൂൾ എന്നിവിടങ്ങളിൽ പ്രകടനങ്ങളും നടക്കുകയാണ്. സർക്കാരിനെതിരായ പ്രതിഷേധം ശക്തമായ ഇറാനിൽ 500ഓളം പേർ കൊല്ലപ്പെട്ടതായും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ അറിയിക്കുന്നു. 50ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരും മരിച്ചുവെന്നാണ് റിപ്പോർട്ട്. 10,000-ലേറെ പേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർ കേണൽ മഹ്ദി റഹിമി ഇന്നലെ പ്രക്ഷോഭകരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.